സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കുന്നു. സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സമരം വിദ്യാർത്ഥി കൺസെഷൻ വർധനവ് അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാത്ത വാർത്തയിലേക്ക് കൂടുതൽ വിശദാംശങ്ങളുമായി എം രാകേഷ് കൂടി ചേരുന്നുണ്ട്. രാകേഷ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാർ ഈ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? എന്താ കടുത്ത നിലപാടിലേക്കാണോ സമരസമിതി മുന്നോട്ട് പോകുന്നത്? രാജേഷ്, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഈ സംയുക്ത സമരസമിതിയുമായി ഗതാഗത കമ്മീഷണർ നടത്തിയിരുന്നു. എന്താണ് ഇന്നലെ ചർച്ചയിൽ തീരുമാനമാകാതിരുന്നത്? നമ്മളോടൊപ്പം ഉള്ളത് CK അബ്ദുറഹ്മാനാണ്. അദ്ദേഹം ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന നേതാവ് കൂടെയാണ്. ഇന്നലെ നടന്ന ചർച്ചയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 ആവശ്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഈ 5 ആവശ്യങ്ങളും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരിഹരിക്കാൻ പറ്റിയൊരു കാര്യമല്ല. ഒന്നുകിൽ ഗതാഗത വകുപ്പ് മന്ത്രി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതിനുള്ള തീരുമാനങ്ങളോ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അത് ഈ ഗവൺമെൻറ്റിലേക്ക് മാസങ്ങൾക്ക് മുമ്പ് നോട്ടീസ് കൊടുത്ത സമരമാണിത്. ഇപ്പം ഇന്ന് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഈ സമരം പൂർണ്ണമായിട്ടും വിജയിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ഒന്നും ഒരൊറ്റ ബസ് പോലും ചലിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇതിനെപ്പറ്റി ഇന്നലെ ചർച്ച നടത്തുന്ന സമയത്ത് തൽക്കാലം സമരം മാറ്റിവെക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞുകൊണ്ട് നമ്മളതിന് അവരെ വിളിച്ച ചർച്ചയ്ക്ക് പോകാതിരുന്നിട്ടില്ല, പോയിട്ടുണ്ട്. കാര്യങ്ങൾ ഒക്കെ തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളല്ല ചർച്ചയ്ക്ക് വിളിച്ചത്. അതുകൊണ്ടാണ് ചർച്ച തൽക്കാലം. ഗതാഗത മന്ത്രി അനുകൂലമായിട്ടുള്ള ഒരു നിലപാടല്ലേ സ്വീകരിക്കുന്നത്? ഗതാഗത മന്ത്രി അനുകൂലമായിട്ടുള്ള ആണോ എന്ന് ചോദിച്ചാൽ അതിനെന്താണെന്നറിയോ, ഈ നോട്ടീസ് കൊടുത്തിട്ട് ഇതിൽ പറ്റി ഒരു കാര്യം പോലും എടുത്തിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്നോ ഇന്ന ദിവസം ചെയ്യാമെന്നോ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് ഇതിലൊരു പ്രധാന വിഷയമായിരുന്നു. വിദ്യാർത്ഥികളുടെ ബസ് ചാർജിൽ ഇപ്പോൾ മിനിമം ചാർജ് 1 രൂപയാണ് കിട്ടുന്നത്. ആ 1 രൂപ കിട്ടുന്നത് 12 വർഷങ്ങൾക്ക് മുമ്പ് 2012 അവസാനമായിട്ട് ചാർജ് കൂട്ടിയതിന് ശേഷം പിന്നെ ബസ് ചാർജ് കൂട്ടിയതല്ലാതെ ഈ വിദ്യാർത്ഥികളെ ചാർജ് കൂട്ടിയിട്ടില്ല. ആ കാര്യത്തിൽ 1 രൂപ വീതം വിദ്യാർത്ഥിനോട് വാങ്ങിയാൽ 96 വിദ്യാർത്ഥികൾ യാത്ര ചെയ്താൽ 1 ലിറ്റർ ഡീസൽ അടിക്കാൻ പറ്റുള്ളൂ. ഈ 12 വർഷം മുമ്പ് ഇപ്പോഴുള്ള ഡീസലിൻ്റെ 4-1 വില അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ മന്ത്രി ഒരു തീരുമാനത്തിലെത്തിയില്ല. പിന്നെ അതിൽ മറ്റൊരു പ്രശ്നം, ഇപ്പോൾ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനം യഥാർത്ഥ വിദ്യാർത്ഥികളല്ല. അതിന് ഡിജിറ്റൽ കാർഡ് സംവിധാനം ഏർപ്പെടുത്തുന്ന മന്ത്രി പറഞ്ഞിരുന്നെങ്കിലും അതിന് ഒരു നടപടി ഇന്നുവരെ ഉണ്ടായിട്ടില്ല ആ കാര്യത്തിൽ. പിന്നെ നമ്മളൊരു ആവശ്യം, ദീർഘദൂര സർവീസുകൾക്ക് ഹൈക്കോടതിയും സിംഗിൾ ബെഞ്ചും ഫുൾ ബെഞ്ചും കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോലും ഗവൺമെൻറ് പുതുക്കി കൊടുക്കുന്നില്ല. അതാണ് മറ്റൊരാവശ്യം. ഈ 22-ാം തീയതി മുതൽ നിങ്ങൾ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ്. ഇത് സൂചന മാത്രമാണ്. 22-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തിന് നമ്മൾ നോട്ടീസ് കൊടുത്താണ്. 22-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് പോവുകയാണ്. പിന്നെ ഈ സമരം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വാഹനം ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ട്. ഈ നമ്മളെ യാത്രക്കാരിൽ 40% വിദ്യാർത്ഥികളാണ്. കോഴിക്കോട് ജില്ലയിൽ 2-2.5 ലക്ഷം വിദ്യാർത്ഥികൾ ഈ പ്രൈവറ്റ് ബസ്സുകളിൽ കൂടി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഗവൺമെൻറ് തലത്തിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ഈ സമരത്തിലേക്ക് പോകാനുള്ളൊരു കാരണം. സ്വകാര്യ ബസ് ഉടമകൾ 22-ാം തീയതി മുതൽ ഏതായാലും അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഗതാഗത മന്ത്രി അനുകൂലമായ സമീപനം സ്വീകരിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം.